ബഹുമാനനായ അധ്യക്ഷൻ രാംകുമാർ സാർ, സ്വാഗതം പറഞ്ഞ സുനിൽജി, പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ, ഒരു സംഗീത സദ്യ ആസ്വദിക്കാനെത്തിയ രാംകുമാർ സാറിൻ്റെ വൈകാരികമായ ഈ നഭസിൽ സ്ഥാനം പിടിച്ച നക്ഷത്രങ്ങളെ, നിങ്ങൾക്ക് സ്നേഹം, ശാന്തി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള രണ്ട് കാര്യമാണ് ഞാൻ ആശംസിച്ചത്. സ്നേഹം പോലും ഇന്ന് സ്വാർത്ഥത കലർന്ന ആയിട്ടുണ്ട്. സ്വാർത്ഥതയുടെ കരിനിഴൽ വീണ സ്നേഹമാണ് നമുക്ക് നിരീക്ഷിച്ചാൽ, സൂക്ഷ്മ നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാവുക. ശാന്തി ഈ പറഞ്ഞ മാതിരി വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരു കാര്യമാണ് ശാന്തി. ഞാൻ പറയാറ്, ഒരു ദിവസത്തെ പത്രം വായിക്കുകയോ ചാനൽ കാണുകയോ ചെയ്താൽ അന്നത്തെ ശാന്തി നഷ്ടപ്പെടും എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദാർശനികം എന്ന ക്യാപ്ഷനോട് കൂടിയുള്ള ഒരു വിഷയത്തിൽ എത്രയായാലും മനുഷ്യരല്ലേ എന്ന ഉപശീർഷകത്തിൻ്റെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അല്പം ആങ്സൈറ്റി ഉണ്ട്, ഉത്കണ്ഠയുണ്ട്. എങ്കിലും ഈ ക്ഷണത്തോടൊപ്പം അദ്ദേഹം പ്രേംകുമാർ സാർ എന്നോട് ഒന്ന് രണ്ട് കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ത്? അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയരുത്, കാരണം വടകരക്കാർക്കൊക്കെ എന്താ പറ്റില്ല, നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് അതായി പോകും. മാത്രമല്ല, അദ്ദേഹത്തെ ഞാൻ അടുത്താണ് പരിചയപ്പെട്ടത്. അതൊരു വലിയ സൗഭാഗ്യമായി കണക്കാക്കുന്ന ആളാണ്. വിനയത്തിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ എന്നെക്കുറിച്ചൊന്നും പറയരുത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ കണക്കാക്കുന്നതാണ്. ഞാൻ സാധാരണ എന്നെക്കുറിച്ച് പറയണം എന്നാണ് ആൾക്കാർ പറയുന്നത്. എന്നെക്കുറിച്ചൊന്നും പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ഒരു 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 വിനയത്തിൻ്റെ, പണ്ട് കെ സി കേശവപിള്ള പാടിയതുപോലെ, ഉയർന്ന ദിക്കിങ്കൽ ഇരുന്നിടുന്നോർ വിനമ്രരായിത്താൻ വിലസുന്നുവല്ലോ, നിറയെ കതിരുള്ള മണികൾ എപ്പോഴും കുനിഞ്ഞേ നിൽക്കുള്ളൂ, പതിരാണ് കുത്തനെ നിൽക്കുക എന്നുള്ളതിന് ദൃഷ്ടാന്തമാണ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. രണ്ടാമത് എന്നോട് പറഞ്ഞത് അധിക നേരം സംസാരിക്കരുത് എന്നാണ്. അരമണിക്കൂറൊക്കെ ആവാം എന്നാണ് പറഞ്ഞത്. അരമണിക്കൂറൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, കാരണം നിങ്ങൾ സംഗീത സദ്യ ആസ്വദിക്കാവുന്നവരാണ്. മൂന്നാമത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്നോട് പറയുണ്ടായി. എത്രയായാലും മനുഷ്യരല്ലേ എന്നല്ലേ നമ്മുടെ വിഷയം. അതിന് വലിയ നല്ല നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുകയാണ്. അദ്ദേഹം എനിക്ക് നിർദ്ദേശം തന്നത് ഒരു അബദ്ധസഞ്ചാരം ചെയ്യാതെ, സൈഡ് ട്രാക്കിംഗ് നടത്താതെ ആ പന്ഥാവിലേക്ക് നമ്മെ നയിക്കാൻ സഹായകമാകുമല്ലോ എന്ന് തോന്നി. അതുകൊണ്ടാണ് അത് ഞാൻ ആസ്വദിച്ചു എന്ന് പറയുന്നത്. കുടുംബത്തിൽ ഒരുപാട് അനുഭവം, ഇപ്പോൾ കൗൺസിലിംഗ് നടത്തുമ്പോൾ കുറേ വർഷങ്ങളായിട്ട് കോഴിക്കോട് നിന്നൊക്കെ ഒരുപാട് പേര് നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അനുഭവങ്ങൾ. കുടുംബത്തിൽ ശാന്തിയും ഈ പരിഗണനയും, ഇത് എത്രയായാലും മനുഷ്യരല്ലേ എന്ന പരിഗണനയും ഒരു നിയാമക ഘടകമായി നമ്മുടെ ബോധാബോധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കുടുംബത്തിൽ ശാന്തി ഉണ്ടാവുള്ളൂ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അശാന്തമായ കുടുംബാന്തരീക്ഷമാണ്. ഇത് ഇന്നും ഇന്നലെയും പഠിച്ചതല്ല. ഞാൻ 1977-79 കാലത്ത് മനഃശാസ്ത്രത്തിൽ ഈ ക്ലിനിക്കൽ സൈക്കോളജിയാണ് എൻ്റെ വിഷയം. പഠിച്ച കാലത്ത് ഞങ്ങളുടെ ഒരു പേപ്പർ ക്രിമിനൽ സൈക്കോളജി ആയിരുന്നു. അന്ന് എഡ്വിൻ എച്ച് സദർലാൻഡ് എന്നു പേരുള്ള ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ്, ലോക പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിമിനോളജി എന്നാണ്. ഇത് പഠിക്കാനുണ്ടായിരുന്നു. ആ പുസ്തകം വായിച്ച ആവേശത്തിൽ എൻ്റെ എംഫിലിൻ്റെ തീസിസ് ഞാൻ ക്രിമിനൽ സൈക്കോളജിയാണ് എടുത്തത്. അപ്പോൾ ക്രിമിനൽ സൈക്കോളജി കുറേ ഇങ്ങനെ പഠിച്ചപ്പോൾ ഈ എഡ്വിൻ എച്ച് സദർലാൻഡിൻ്റെ പുസ്തകത്തിലെ പ്രിൻസിപ്പിൾസ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ആർക്കെങ്കിലും നോക്കണമെങ്കിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയാണ്.
പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിമിനോളജി എന്ന പുസ്തകത്തിൽ, ലോകപ്രശസ്തമാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ ഒരു ചാപ്റ്ററിന്റെ പേര് ഹോം ആൻഡ് ക്രിമിനാലിറ്റി എന്നാണ്. വീടിന്റെ അന്തരീക്ഷം എങ്ങനെ ഒരു ഫെർട്ടൈൽ ഗ്രൗണ്ട് ആയിത്തീരുന്നു, ക്രിമിനൽ ഇൻക്ലിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ, കുറ്റകരമായ പ്രവണതകൾ നട്ടുമുളപ്പിക്കാൻ എത്രത്തോളം വീടിന്റെ അന്തരീക്ഷം സഹായകമാകുന്നു എന്ന് വളരെ മനോഹരമായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും നടത്തിയ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ഒരുപാട് പഠനങ്ങൾ, ഞാൻ അതൊന്നും പറയുന്നില്ല, ഒരുപാട് പുസ്തകങ്ങൾ ഈ മേഖലയിൽ വായിക്കാൻ എനിക്ക് അവസരം കിട്ടും. ദ യങ് ഡെലിക്വന്റ് എന്ന് പേരുള്ള വേറൊരു പുസ്തകമുണ്ട്. അത് ജുവനൈൽ ഡെലിക്വൻസിയെ കുറിച്ച് എഴുതിയ മറ്റൊരു അതായത് കുട്ടികൾ എങ്ങനെ കുറ്റവാസനയ്ക്ക് വശംവദരാകുന്നു, അത് കുടുംബ അന്തരീക്ഷമാണ് കാരണം എന്നാണ് പറയുന്നത്. ഈ സദർലാൻഡും സിറിൽ ബർട്ട് ആണ് യങ് ഡെലിക്വന്റ് എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാരനാണ്. സദർലാൻഡ് അമേരിക്കക്കാരനായിരുന്നു. ഈ യങ് ഡെലിക്വന്റ് എന്നുള്ള പുസ്തകം എഴുതിയ സിറിൽ ബർട്ട് ബ്രിട്ടീഷുകാരനാണ്. അതുപോലെ ട്രാജനോവസ്കി എന്ന് പറഞ്ഞ റഷ്യക്കാരൻ എഴുതിയ പുസ്തകമുണ്ട്, ജുവനൈൽ ഡെലിക്വൻസി എന്ന പുസ്തകത്തിൻ്റെ പേര്. ഞാൻ പുസ്തകത്തിൻ്റെ പേര് പറയാനല്ല, ഈ പുസ്തകങ്ങളിലൊക്കെ വളരെ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുടുംബത്തിലെ അന്തരീക്ഷം, സംഘർഷഭരിതമായ കുടുംബാന്തരീക്ഷം, അതിനെയാണ് ബ്രോക്കൺ ഹോം എന്ന പേര് പറയുന്നത്. രണ്ട് തരം കുടുംബങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ബ്രോക്കൺ ഹോം. ബ്രോക്കൺ ഹോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാണ്, തറ പൊട്ടിയതല്ല, ഓട് പൊട്ടിയതല്ല, സീലിംഗ് പൊട്ടിയതല്ല, നമുക്കറിയാം. പിന്നെ എന്താ പൊട്ടിയതാ? വൈകാരികമായ ബന്ധങ്ങൾക്ക് ശൈഥില്യം സംഭവിച്ച കുടുംബാന്തരീക്ഷത്തിനെയാണ് ബ്രോക്കൺ ഹോം എൻവയൺമെന്റ് എന്ന് പറയുക. ഈ ബ്രോക്കൺ ഹോം എൻവയൺമെന്റിൽ നിന്ന് വരുന്ന കുട്ടികളാണത്രേ ലോകത്തിലെ 90% ക്രിമിനൽസ്, ഡ്രഗ് അഡിക്ട്സ്, അതുപോലെ ടെററിസ്റ്റ് ഒക്കെ ആയി മാറുന്നത്. കസബിൻ്റെ ഒക്കെ ജീവചരിത്രം അന്ന് പത്രങ്ങളിൽ വന്നത് നിങ്ങൾ വായിച്ചു കാണുമല്ലോ. അപ്പൊ ഇത്തരം കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളെ ഒരുപാട് അരക്ഷിതത്വ ബോധം അനുഭവിക്കുന്നു. അവരിലൊക്കെ അങ്ങേയറ്റത്തോളം കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. മത്സരത്തിന്റെ അന്തരീക്ഷം. ഒരു അവസ്ഥയുണ്ട്, ഞങ്ങൾ മനഃശാസ്ത്രത്തിൽ അതിനെ മാരിറ്റൽ സ്കീസം എന്നാണ് പറയുക. SCHISM, സ്കീസം. മാരിറ്റൽ സ്കീസം എന്ന് പറഞ്ഞാൽ പുറമേ നോക്കുന്നവർക്ക് നല്ല ഫാമിലി, രണ്ടാളുടെ കാറിൽ കയറി പോകുന്ന, രണ്ടാളുടെ പിക്ചറിൽ പോകുന്ന, ബീച്ചിൽ പോകുന്ന, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നതാ, എന്താ കുടുംബം പുറമേ നോക്കുന്നവർക്ക്. പക്ഷെ ഉള്ളിൽ അഗ്നിപർവ്വതമായിട്ട് നടക്കുന്ന അത്തരം കുടുംബങ്ങളെയാണ് ഈ മാരിറ്റൽ സ്കീസം എന്ന് പറയുന്നത്. ഓപ്പൺ ഫൈറ്റ് ആണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രകടനം നടത്തുന്ന, ഞാൻ എൻ്റെ ഒരു അനുഭവം, സാറ് അനുഭവം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുക വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഞാൻ പഠിക്കുന്ന കാലത്ത്, എൻ്റെ ഹയർ എഡ്യൂക്കേഷൻ നടക്കുന്ന കാലത്ത് എൻ്റെ ഹോസ്റ്റൽ മേറ്റ് ആയിരുന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു വീടുണ്ടാക്കി. സ്ഥലം വാങ്ങി അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ഒരു വീടുണ്ടാക്കി. അദ്ദേഹം വിവാഹിതനാണ്. ഇദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉദ്യോഗസ്ഥയാണ്. രണ്ടുപേരും ഒരു വീടുണ്ടാക്കി. എനിക്ക് നിർഭാഗ്യവശാൽ അന്ന് പോകാൻ പറ്റിയില്ല. അങ്ങനെ എന്നോട് പരിഭവമായി, വന്നില്ലല്ലോ, ഞങ്ങളിങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരമല്ലേ ഞങ്ങളുടെ വീട്, അത് കാണാൻ വന്നില്ലല്ലോ, ഞങ്ങൾ ഹോസ്റ്റൽ മേറ്റ്സ് അല്ലേ, റൂം മേറ്റ്സ് അല്ലേ, എന്നിട്ട് ഞാൻ പോകാതിരുന്നത് വലിയ പരിഭവമായി. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ന്യായമാണ്. ആ ഇടെയാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടി ആ വഴിക്കുള്ള ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളേതായാലും ഇവിടെ കയറാത്തതിന് പരിഭവമുണ്ട്, നമുക്ക് ഇവിടെ ഒന്ന് കയറിക്കളയാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി അങ്ങോട്ട് തിരിച്ചു. അവിടെ കയറിയപ്പോൾ വീടൊന്നും അല്ല, പണ്ട് കുചേലൻ ദ്വാരകയിൽ പോയ മാതിരിയാണ് എനിക്ക് തോന്നിയത്. അങ്ങോട്ട് ഇങ്ങനെ കയറണം, ഇവിടെ തൊടാവോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു വീടാണ്. ഡൈനിങ് റൂമൊക്കെ ഡൈനിങ് ടേബിള് എങ്ങനെ ഇതിനുള്ളിൽ കടത്തി തോന്നിയിട്ടുണ്ട്, അത്രയും വിശാലമായ ഡൈനിങ് റൂം. അപ്പോൾ അതിൻ്റെ ഞാനും എൻ്റെ ഭാര്യ അടുത്തടുത്തിരിക്കുന്നു. അത് നിങ്ങൾ ഒന്ന് ദൃശ്യവൽക്കരിച്ച് കാണണേ. ഞാനും എൻ്റെ ഭാര്യ അടുത്തടുത്തിരിക്കുന്നു. അദ്ദേഹം അവിടെ ഓപ്പോസിറ്റിലിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ.
പണിക്കാരത്തിയാണ് ഞങ്ങൾക്ക് ചായ കൊണ്ട് തന്നത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നാൽ നിങ്ങളെ പണിക്കാരത്തി എനിക്ക് ചായ കൊണ്ട് തരുന്നെങ്കിൽ അതൊരു എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പണിക്കാരത്തിയാണ് ചായ കൊണ്ട് തന്നത്. ആയിക്കോട്ടെ. അപ്പോൾ സംഭാഷണ മധ്യേ ഭർത്താവ് നവരത്നങ്ങൾ പതിച്ച ഒരു മോതിരം കാണിച്ച് എന്നോട് പറഞ്ഞു, ഇതെൻ്റെ വൈഫ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി തന്നതാണ്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, മലയാളത്തിലല്ല. എൻ്റെ വൈഫ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി തന്നതാണ്. ഞാൻ എൻ്റെ ഭാര്യയെ എങ്ങനെയൊന്ന് തോണ്ടി, വേറെ ആരും കണ്ടിട്ടില്ല. ഭാര്യ ഇങ്ങനെ കാലുകൊണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ ഇതുപോലെ നെക്ലേസ് കാണിച്ച് എന്നോട് പറഞ്ഞു. അപ്പോൾ സത്യം പറയട്ടെ, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്രയോ അല്ലേ ഇതുവരെ. കാരണം എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വാങ്ങിക്കൊടുത്ത് കാണിക്കേണ്ടതാണ് എൻ്റെ ഭാര്യയോടുള്ള എൻ്റെ സ്നേഹം, വായ്പ് എന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് എനിക്കുള്ളതൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് ഒരുപോലെയാണ്. നമ്മുടെ ശിവപാർവതി സങ്കല്പത്തിൽ ഈ വാമഭാഗമായിട്ട് ഒരു ഭാഗം കംപ്ലീറ്റ് ഭാര്യയാണ്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിലാണ് ഞാൻ എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് എന്ത് വാങ്ങിക്കൊടുക്കും, എൻ്റെ ഭാര്യ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി തരുമെന്ന് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മെറ്റീരിയൽ വാങ്ങിക്കൊടുത്ത് കാണിക്കേണ്ടതല്ല. അത് ഞാൻ ഈ കഥയിലേക്ക്, എൻ്റെ കഥയല്ല, സംഭവം കേട്ടോ പറയുന്നത്, സംഭവമാണ്, നഗ്നമായ ജീവിത സത്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അപ്പം പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളെ വീട്ടിലെത്തി. അധികം കഴിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞത് ആ വൈഫ് സൂയിസൈഡ് ചെയ്തെന്നാണ്. അതെന്താ സൂയിസൈഡ് ചെയ്യാൻ കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞ്, സഹപ്രവർത്തകരൊക്കെ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. EMAയുടെ സഹപ്രവർത്തകർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ആ സൂയിസൈഡ് ചെയ്യാൻ കാരണം ഇയാളുടെ അവിഹിത ബന്ധവും വീട്ടിലെ പണിക്കാരത്തിയായിട്ടുള്ള ബന്ധവും ഒക്കെ നേരിട്ട് കാണാനിട വന്ന് അതിനെക്കുറിച്ച് സംസാരിച്ച് കലഹമായി. അപ്പം ഞാൻ പറഞ്ഞത് ഇനി പറയുന്നത് അതല്ല. ഇനി പറയുന്നത് ഞാൻ പഠിച്ച തിയറി എത്രത്തോളം ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ആ മകനെ കുറിച്ച് ഒരിക്കൽ അച്ഛൻ എന്നോട് പറയുകയാണ്, ഞാനൊരു സൈക്കോളജിസ്റ്റാണ് എന്ന് ധരിച്ചിട്ടാണല്ലോ പറയണത്. അവന് ഈ സൈബർ ക്രിമിനലാണ്. ഇത് മകനെ കുറിച്ച് അച്ഛൻ എന്നോട് പറയുന്നത്, അവൻ മറ്റുള്ളവരുടെ ബാങ്കിൽ നിന്ന് എങ്ങനെ അക്കൗണ്ട് എടുക്കാന്നുള്ള ആലോചനയൊക്കെയാണ്. അതിലവൻ ഭയങ്കര സമർത്ഥനാണ്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ എന്നോട് ചോദിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഒന്ന് പ്രേമരാജൻ സാറ്, പ്രേമകുമാർ സാർ എന്നോട് അനുഭവം പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു അനുഭവം വെച്ചുകൊണ്ട് ഈ സത്യം, ഞാൻ പഠിച്ച സിദ്ധാന്തങ്ങൾ എത്രത്തോളം ശരിയാണ്, അതിനെ അടിവരയിടുന്ന സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. അതായത് കുടുംബത്തിൽ ശാന്തിയില്ലെങ്കിൽ, കുടുംബത്തിൽ ക്വാളിറ്റി ടൈം ഇല്ല. ഇത് ഈ ക്വാളിറ്റി ടൈം ഇത് ഒരു ടെർമിനോളജിയാണ്. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ, ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും ചിലപ്പോൾ പേരക്കുട്ടികളും എല്ലാവരും കൂടി കൂടുമ്പോൾ എല്ലാവരും ആഹ്ലാദിക്കുന്ന ആ അന്തരീക്ഷത്തിനെയാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുക. ഇത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടായി പോവുകയാണ്. പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. അച്ഛൻ ഒരു സൈഡിലിരുന്ന് ഈ പണ്ടൊക്കെ ചുണ്ണാമ്പ് തേക്കലായിരുന്നു വെറ്റിലയിൽ. ഇപ്പോൾ ഈ നമ്മുടെ മൊബൈൽ ഫോണിൽ വന്നതാണ് ചെയ്യുക. അമ്മ വേറെ സ്ഥലത്തിരുന്ന് വന്ന് കുട്ടികൾ അവരുടെ ലോകത്തിൽ. ഇപ്പോൾ ഈയിടെ ഒരു സംഭവം നടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സ്ഥലത്തിൻ്റെ പേരും സ്കൂളിൻ്റെ പേരും ഞാൻ പറയുന്നത് ശരിയല്ല. ഒരു കുട്ടി, സ്കൂളിൽ നിന്ന് വിട്ടു വന്ന കുട്ടി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തൊരു സംഭവം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ആ ആത്മഹത്യ ചെയ്ത കുട്ടി ചെറിയ കുട്ടിയാണ്. ആ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം പിന്നെയാണ് പത്രങ്ങളിലൊക്കെ വന്നിട്ട് അമ്മ അറിയുന്നത് കൂട്ടുകാരുടെ ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നിന്നാണ് അത്രയും. ഈ കുട്ടിയെ കൂട്ടുകാർ മുഖം പിടിച്ച് ഈ ക്ലോസറ്റിലൊക്കെ ഇങ്ങനെ ബുക്കൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ്. ഇതൊക്കെ ചെയ്തിട്ട് അമ്മ അത് കണ്ടില്ല എന്ന് പറഞ്ഞതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അമ്മ കുട്ടിയുടെ കൂട്ടുകാരുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വേണം ഈ വിവരം അറിയുക എന്നൊരു ഒരു ദുരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോ എൻ്റെ മകനോ മുഖം അല്പം വാടിയിട്ടാണ് വൈകുന്നേരം വരുന്നതെങ്കിൽ എന്ത് പറ്റി എന്ന് ഞാൻ ചോദിക്കില്ലേ? അവരെ മുഖം
അമ്മ മകന്റെ മുഖത്ത് നോക്കിയിരുന്നില്ല എന്നുള്ളതിന് ഇതിനേക്കാൾ ദൃഷ്ടാന്തം വേണം. ചെറിയ കുട്ടികൾക്ക് അവർക്ക് മൂടി വെക്കാൻ പറ്റുമോ? അവരുടെ വൈകാരിക അനുഭവങ്ങൾ മൂടി വെക്കാൻ പറ്റുമോ? സന്തോഷം ഉണ്ടാകുന്ന മുഖത്ത് കാണില്ലേ? ദുഃഖം ഉണ്ടാകുന്ന മുഖത്ത് കാണില്ലേ? ഇത്തരം അങ്കലാപ്പുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ മുഖത്ത് അത് പ്രകടമാവില്ലേ? കണ്ണാടിയിൽ എന്ന പോലെ. അത് അമ്മ കണ്ടില്ല. കുട്ടി മരിച്ചതിന് ശേഷം കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നോക്കിയിട്ട് വേണ്ടി വന്നു അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ എന്ന ഒരവസ്ഥ ഇന്ന് കുടുംബങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. പല കുടുംബങ്ങളിലുണ്ട്. കുടുംബം അന്തരീക്ഷം എപ്പോഴും ഊഷ്മളതയുടെ, ഡെഡിക്കേഷൻ്റെ, സമർപ്പണത്തിൻ്റെ, ഭാര്യയുടെ ജീവിതം ഭർത്താവിന് വേണ്ടിയാണെന്ന് തോന്നണം. ഭർത്താവിൻ്റെ ജീവിതം ഭാര്യയുടെ ജീവിതമായി തോന്നണം. എൻ്റേത് എന്ന ചിന്ത ജീവിതത്തിൽ എപ്പോൾ വന്നോ, വേദാന്തം പറയുകയാണ് ഇതം ന മമ എന്ന അവസ്ഥയിലേക്ക് വേണം നമ്മൾ ഇതൊന്നും എൻ്റേതല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക്. ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് ശാന്തി ഉണ്ടാവില്ല. ഞാൻ ശാന്തി ആശംസിച്ചുകൊണ്ട് തുടങ്ങാൻ കാരണമാണ് ഭൗതികമായ എയർ കണ്ടീഷൻഡ് കാറുണ്ട്, എയർ കണ്ടീഷൻഡ് വീടുണ്ട്, സെൻട്രലൈസ്ഡ് AC ആണ് വീട്ടിലാണ് ഭയങ്കര സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും മനസ്സിന് ശാന്തി ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്കും അറിയാം, നമുക്ക് ഏവർക്കും അറിയാം. മനസ്സിന് ശാന്തി ഉണ്ടാവണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോല് ഈ സമർപ്പണവും സ്നേഹവും തന്നെയാണ്. ഞാൻ ഒന്നാമത് ആശംസിച്ച സ്നേഹമാണ്. സ്വാർത്ഥതയുടെ കരിനിഴൽ വീഴാത്ത സ്നേഹം. അതുപോലെ മനസ്സ് ശാന്തമാണെങ്കിൽ അത് കണ്ണാടി പോലെയാണ്, തെളിഞ്ഞ വെള്ളം പോലെയാണ്. തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് മുഖം കാണാം, അടിയിലേക്കൂടെ പോകുന്ന മത്സ്യങ്ങളെ കാണാം, അതിലും അടിയിൽ നോക്കിയാൽ പായൽ കാണാം, കല്ലുകൾ കാണാം. കലങ്ങിയ വെള്ളത്തിൽ ഒന്നും കാണാൻ പറ്റില്ല. മനസ്സ് കലുഷമായി തീരുന്ന അവസ്ഥ അത് വളരെയധികമുണ്ട്. അത് കുടുംബ സാഹചര്യത്തിലുണ്ടായാൽ സമൂഹത്തിൽ മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്നത് പോലെയല്ല, കൂടുതൽ തീവ്രമാണ്. അതൊരു ദുരനുഭവമാണ്. അത് നമ്മുടെ മരണം വരെ നീണ്ടു നിൽക്കുന്ന അനുഭവമാണ്. നമ്മുടെ ആത്മസത്തയിൽ അതിൻ്റെ അലയൊലികൾ കൊടുങ്കാറ്റുകളായി മാറാനുള്ള സാധ്യത ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അതറിയാത്തവരോടല്ല ഞാൻ സംസാരിക്കുന്നത്, എനിക്കറിയാം. ഞാൻ എൻ്റെ ചില അനുഭവത്തിൽ നിന്ന് ഇത് പറഞ്ഞു എന്ന് മാത്രം. വാസ്തവത്തിൽ ഈ കുടുംബം ഈ അമിതമായ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുടുംബത്തിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാക്കുന്നത് നല്ല ലിസണേഴ്സ് ഈ ഇത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, എത്രയായാലും മനുഷ്യരല്ലേ നമ്മൾ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, ഓരോരുത്തരുടെ ദൗർബല്യവും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, മറ്റുള്ളവരുടെ ഷൂവിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കാണാൻ, അവരിൽ ലോകം കാണും പോലെ നമ്മൾ കാണാൻ, ഞാനായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് കേൾക്കാൻ. ഞാൻ ചില ഈ അച്ഛനമ്മമാരൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ തമാശ പറയാറുണ്ട്. സൃഷ്ടിയിൽ തന്നെ നമുക്ക് ഈശ്വരൻ 2 ചെവി ഫിറ്റ് ചെയ്ത് തന്നിട്ട് പുറത്താ ഫിറ്റ് ചെയ്താൽ മതി. ചെവി 2 കണ്ണുണ്ട്, അത് പുറത്ത് തന്നെയാണ് ഫിറ്റ് ചെയ്ത് തരുന്നത്. മൂക്കിന് 2 ദ്വാരമുണ്ട്, അത് പുറത്ത് തന്നെയാണ്, ഒക്കെ പുറത്താണ്. എന്നാലും നാവ് ഒന്നേ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ, അത് ഉള്ളിലാണ്. അങ്ങേ തലയ്ക്കലാ അല്ലേ? നാവ് അങ്ങേ തലയ്ക്കലല്ലേ ഫിറ്റ് ചെയ്തത്? അത് ഒന്നേ ഉള്ളൂ. 2 നാവുള്ളവർ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ. അത് ഗുരകവർഗത്തിലേ ഉണ്ടാവുക. മനുഷ്യന്മാർക്ക് ഹോമോസേപ്പിയന് ഒരു നാവേ ഉള്ളൂ, അത് അങ്ങേ തലയ്ക്കലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് 2 വരി കാവൽക്കാരെ, നല്ല സ്ട്രോങ് കാവൽക്കാരെ വെച്ചത് തൃപ്തിയാവാതെ ചുണ്ടു വെച്ചത്. ഇത് പ്രകൃതിയെ തന്നെ നമ്മളെ കാണിച്ചില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുക, 2 ചെവി ഉപയോഗിച്ച് ശ്രദ്ധിക്കുക, പറയുന്നതിൻ്റെ ഇരട്ടി ശ്രദ്ധിക്കുക, കാണുക, നിരീക്ഷിക്കണം. കുട്ടികളെ നിരീക്ഷിക്കണം, ഭാര്യയെ നിരീക്ഷിക്കണം, ഭർത്താവിനെ നിരീക്ഷിക്കണം, വിരുന്നുകാരെ പോലെ നിരീക്ഷിക്കുക. മണത്തറിയാം എന്തിനുള്ള പുറപ്പാടാണ്, എന്താ അത് ഉദ്ദേശിക്കുന്നത് എന്ന് മണത്തറിയാം. ഉദ്ദേശം എന്താണെന്ന് മണത്തറിയാം. പറയുന്നത് വളരെ മധുരമായി പറയാം. പ്രത്യേകിച്ച് ഈ നാവ് വല്ലാത്തൊരു ഞാൻ അത് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഉടനെ നിർത്തുകയാണ്. ഒറ്റ ശ്ലോകം മാത്രം ചൊല്ലിക്കൊണ്ട്, ജിഹ്വാഗ്രേ വർത്തതേ ലക്ഷ്മി. ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവാണല്ലോ. ജിഹ്വാഗ്രേ നാവിൻ്റെ അറ്റത്താണ്. വർത്തതേ ലക്ഷ്മി
ഐശ്വര്യ ദേവത വർത്തിക്കുന്നത് ജിഹ്വാഗ്രേ വർത്തതേ ലക്ഷ്മി. ജിഹ്വാഗ്രേ ബന്ധു മിത്രബാന്ധവം. ജിഹ്വാഗ്രേ മിത്രബാന്ധവം. മിത്രന്മാരും ബന്ധുക്കളും ഒക്കെ ഉണ്ടാകുന്നത് നാവിൻ്റെ പ്രയോഗമാണ്. ജിഹ്വാഗ്രേ ബന്ധനപ്രാപ്തം. ഈ വാർത്താനത്തിൻ്റെ പേരിലാണ് പിടിച്ച് ജയിലിലാക്കുന്നതും. നമ്മുടെ പല നേതാക്കന്മാർക്കും ഈ ദുരനുഭവം ഉണ്ടായത് ഞാൻ പറയുന്നില്ല. ജിഹ്വാഗ്രേ ബന്ധനപ്രാപ്തം. ജിഹ്വാഗ്രേ മരണം ധ്രുവം. മരണം പോലും സംഭവിക്കുന്നത് ഈ നാവിൻ്റെ പ്രയോഗം കൊണ്ടാണ്. ജിഹ്വാഗ്രേ വർത്തതേ ലക്ഷ്മി. ജിഹ്വാഗ്രേ മിത്രബാന്ധവം. ജിഹ്വാഗ്രേ ബന്ധനപ്രാപ്തം. ജിഹ്വാഗ്രേ മരണം ധ്രുവം. അപ്പൊ ഇത് ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ നാവ് മധുരവാക്കുകൾ പറയുക. ഗെറ്റ് ഔട്ട് എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെയല്ലേ. പ്ലീസ് കുറച്ച് നേരം കുറച്ച് പ്രത്യേകിക്കോ, ഞാൻ വിളിക്കട്ടോ എന്ന് പറയുന്നത് രണ്ടുപേരെയും കമ്മ്യൂണിക്കേഷൻ അല്ലേ. രണ്ടുപേരെയും കമ്മ്യൂണിക്കേഷൻ അല്ലേ. പുറത്തു പോകാനല്ലേ രണ്ടും പറഞ്ഞ് രണ്ട് രീതിയിൽ പറയാം. എങ്ങനെ പറയണം നമ്മൾ തീരുമാനിക്കാലോ. മറ്റുള്ളവരുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ലോകത്തെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു പരിമിതിയല്ലേ. ഞാൻ വിചാരിച്ച പോലെ നടക്കണം എന്ന് വിചാരിക്കുന്നതല്ലേ ഏറ്റവും വലിയ പോരായ്മ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ അഹംബോധം ഉണ്ടല്ലോ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണമേ എന്ന് എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹരിനാമ കീർത്തനത്തിൽ അല്ലേ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനെന്ന ഭാവം അതാണ് സകല. അപ്പോൾ നോക്കൂ, യുദ്ധം നടക്കുന്നു, യുദ്ധം നിൽക്കുന്നൊക്കെ ഒരു സൂചനയൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് വലിയ വിശ്വാസമൊന്നും പോരാ. കാരണം ഈ 80-90 വയസ്സായ ആൾക്കാരാണ് ഈ യുവാക്കളെ തമ്മിൽ തരിച്ച്. യുവാക്കളെ ഈ യുദ്ധത്തിൽ മരിക്കുന്നതൊക്കെ ആരാ? പട്ടാളക്കാരൊക്കെ ആരാ? പൈലറ്റ്സ് ആകുന്ന ആരാ? ഒക്കെ മരിക്കുന്ന ആരാ? സ്കൂൾ ബിൽഡിങ്ങിന്റെ മുകളിൽ ബോംബിടുകയല്ലേ. ഇതിന് ഉത്തരവാദികളാരാ? ഉത്തരവാദികൾ 80 കഴിഞ്ഞവരല്ലേ. നെതന്യാഹു ആയാലും ട്രംപ് ആയാലും. രാഷ്ട്രീയം പറയരുത് സാറ് പ്രത്യേകം പറഞ്ഞത്. കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ പറയണത്, ഞാനൊരു ജീവിത യാഥാർത്ഥ്യമാണ് പറയണത്. ഇങ്ങനെ ഇവരുടെ ഈഗോ ആണ്. പുടിനായാലും ഇദ്ദേഹം പിന്നെ ആരായാലും നോക്കൂ, നിങ്ങൾ ഇപ്പോഴത്തെ നടക്കുന്ന എല്ലാ യുദ്ധത്തിൻ്റെയും സ്രഷ്ടാക്കളായിട്ട്, തെറ്റിദ്ധരിക്കലേ പറയട്ടെ, കാരണഭൂതരായിട്ട് നിൽക്കുന്നത് ആരാണ്? ഈ പ്രായം ചെന്ന ആളുകളാണ്. മരിക്കുന്നത് അതിൻ്റെ വിക്ടിംസ് ആണെന്ന് ആരാണ്? ഇവരുടെ മെഗലോമാനിയ ഒരു സൈക്കോളജിയിൽ ഒരു വാക്കുണ്ട്. മെഗലോമാനിയ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനാണ് എല്ലാം, എന്നെ ആർക്കും ജയിക്കാൻ പറ്റില്ല, ഞാനാണ് ലോകത്തിൻ്റെ ചക്രവർത്തി എന്നൊക്കെ തോന്നലാണ് മെഗലോമാനിയ എന്നറിയാം. അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഈ രോഗം ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ പറയുക. ഞങ്ങൾ ഈ ലോകത്തിലെ വലിയ നേതാക്കന്മാർക്കൊക്കെ രോഗം പഠിച്ചിട്ടുണ്ട്. പിന്നെ രോഗത്തിൻ്റെ പേര് ഇപ്പോൾ മെഗലോമാനിയ. ഈഗോൻ്റെ ആ മാക്സിമം, ആ ഈഗോ ഇല്ലാണ്ടായി. നമ്മൾ എന്താ, നമുക്ക് തുഞ്ചത്താചാര്യൻ തന്നെ കോട്ടിയാട്ടെ ലക്ഷ്മണോപദേശത്തിൽ പറയും പോലെ ചക്ഷുശ്രവണകൾ അസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്നാ പറഞ്ഞു. അതല്ലേ പാമ്പിൻ്റെ തൊണ്ടയിൽ കിടക്കുന്ന തവള, പാമ്പിൻ്റെ ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുന്ന തവള എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് കരയുന്ന പോലെയാണ് മനുഷ്യൻ്റെ ആർത്തി പിടിച്ച ഈ ഓട്ടം വന്നു. നമ്മൾ ഈ ആർത്തി പിടിച്ച് എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ആ ശ്രമത്തിൽ നിന്ന് അതൊക്കെ ഞാനെന്ന തോന്നലോട് ഉണ്ടാകുന്നതാണ്. ഒരു ഉറുദു കവി പാടിയിട്ടുണ്ട്, അതുകൂടി പാടിയാൽ നിർത്താം. ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. സംഗീതമാണ് നമുക്ക് കേട്ടത്, എനിക്കും കേൾക്കണം. അപ്പോൾ ഉറുദു കവി പാടിയെങ്ങനെയാണ്? ഈസ് ദുനിയാ മേ ആനെ വാലെ ആते हैं सब मुट्ठी बांधे, इस दुनिया से जाने वाले जाते हैं सब हाथ बसारे. ഉറുദു ആയതുകൊണ്ട് മനസ്സിലായില്ലെന്ന് വരുമോ? മുട്ടി ബാന്ധേ, മുഷ്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് എല്ലാവരും ജനിക്കുന്നത്. ബാലാമണിയമ്മ പറഞ്ഞത് അച്ഛൻ്റെയും അമ്മേൻ്റെയും സ്വർഗത്തിൻ്റെ താക്കോല് കൊണ്ടാണ് മക്കൾ വരുന്നത്. സൈക്കോളജിക്കാർ പറയും ഗ്രാസ്പിംഗ് റിഫ്ലക്സ്. എന്ത് കിട്ടിയാലും പിടിക്കും, കുട്ടികൾ മുറുക്കാൻ പിടിക്കും, എന്നിട്ട് വിരൽ വെച്ച് കൊടുക്കും. ഈ ദുനിയാമേ ആനെ വാലെ, ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പിടിച്ചോണ്ടാണ് വരുന്നത്. ഈ ദുനിയാസേ ജാനെ വാലേ, ഇവിടെ തിരിച്ചു പോകണല്ലോ എല്ലാവരും. പോകാതിരിക്കുന്നവരാരോ ഉണ്ടോ കൂട്ടത്തിൽ? എല്ലാവരും പോയേ തീരും. ജാത്തേ ഹാത്ത് ബസാരേ, ഇങ്ങനെ പിടിച്ചുകൊണ്ടേ എല്ലാവരും പോകുന്നത്. ആരും ഇങ്ങനെ പിടിച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടാൽ ഒന്ന് വീഡിയോ ചെയ്ത് എനിക്ക് അയച്ചു തരണേ.
പ്രേംകുമാർ സാറിൻ്റെ കയ്യിൽ ഇതിൻ്റെ നമ്പറുണ്ട്. ഇങ്ങനെ ആരോ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു ഒന്ന്. അതുകൊണ്ട് നമ്മളൊക്കെ തിരിച്ചു പോകേണ്ടവരാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഹൈന്ദവ ആചാരപ്രകാരം ഭസ്മം തൊടുന്നത് പോലും ഞാനും ഇതുപോലെ ഭസ്മമായി പോകേണ്ടതാണ് എന്ന് വിചാരിച്ച് തുടങ്ങുന്നതാണ്. ഞാനും ഇതുപോലെ ഭസ്മമായി പോകേണ്ട ആളാണെന്ന് വിചാരിച്ചുകൊണ്ട് തൊട്ടാൽ ആ ഭസ്മം തൊടുന്നതിന് അർത്ഥമുണ്ട്. അല്ലാണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി 4 വര വരയ്ക്കുന്നതല്ല. ഇത് ആ രീതിയിൽ നമ്മുടെ ചിന്ത എല്ലായ്പ്പോഴും നമ്മൾ മനുഷ്യരാണെന്നും നമ്മൾ നശ്വരമാണ് നമ്മുടെ ഈ ജീവിതമെന്നും കിട്ടിയ ക്ഷണികമായ സമയം MT വാസുദേവനെ കോട്ട് ചെയ്ത് പറഞ്ഞാൽ അസംതൃപ്തമായ ആത്മാവിന് വല്ലപ്പോഴും വീണ് കിട്ടുന്ന അനുഭൂതിയുടെ അസുലഭ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ കാനേഷുമാരി കണക്കിൽ വെറും ഒരു അക്കം മാത്രമല്ലേ എന്നാണ് MT വാസുദേവൻ എഴുതി വെച്ചത്. നമ്മൾ കാനേഷുമാരി കണക്കിൽ വെറും അക്കങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതം സാർത്ഥകമാണ്, ഇതുപോലെ സാർത്ഥകമാണ് എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഈ ചിന്തകളോടുകൂടി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. മനസ്സ് ഗ്രഡ്ജൊന്നുമില്ലാതെ തെളിഞ്ഞ ഒരു മനസ്സായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതൊരു ബഹുമതിയായി കണക്കാക്കിക്കൊണ്ട് ഇത്രയും പ്രൗഢമായ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ ഒരവസരം തന്നത് എന്നോടുള്ള പ്രത്യേക സ്നേഹത്തിൻ്റെ പേരിലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി വിനയപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്